قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നത്തെ ഓരോ കോപ്പിയും എല്ലാവരുടെ കയ്യിലും തണ്ട്. ഇൻഷാ അല്ലാഹ് ഓതുമ്പത്തുക അത് ഒട്ടികമേ നോക്കിയിട്ട് ഓദ്യം കയറ്റ് ഓതിട്ടാൽ പിന്നെ ഉടമ പിച്ചം കയറ്റ്. അള്ളാഹു താല അത് ആ ഒരു കോപ്പി സ്പോൺസറാക്കിയ ആൾക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം അള്ളാഹുവിന് കൊടുത്ത് അനുഗ്രഹിക്കണം. റഹ്മാനെ ആ സ്വതക്കത്തെ കബൂലാക്കിയിട്ട് അതൊരു ജാരിയായ സ്വതക്കാക്കി നീ കൊടുക്കണം. റഹ്മാനെ അയാൾക്ക് എല്ലാ ബിസിനസ്സിലും ഖൈറും ബറക്കത്തും നീ കൊടുക്കണം. റഹ്മാനെ ഖീല ദഖുലിൽ ജന്ന അയ്യലിട്ടിಗೆ ಅಲ್ಲಾಹು ಚೊನ್ನ ನಿಂಗ ಸ್ವರ್ಗ ಪ್ರವೇಶನ ಕೋರು ನಿಂಗ ಸ್ವರ್ಗತ್ತಿಗೆ ಪೋರು قال ಅಪ್ಪ ಎಲ್ ಚೊಂತು ಯಾ ಲೈತ ಕೌಮಿ ಯಅಲಮೂನ ಬಿಮಾ ಗಫರ ಲೀ ಯಾ ಲೈತ ಕೌಮಿ ಯಅಲಮೂನ್ ಪಡಸರಬ್ಬೆ ನಾನು ಸ್ವರ್ಗತ್ತು ಪೋಂಡದು ನಂಡೆ ಸಮುದಾಯತ್ತು ಗೊಂತಾയെങ്കിൽ എത്ര നല്ലെന്തു റബ്ബേ യാ ലൈത ഖൗമി യഅലമൂൻ നന്റെ സമുദായത്ത് ഗൊന്തിന്നെങ്കിൽ എത്ര നല്ലെന്ത് ബിമാ ഗഫറ ലീ റബ്ബി നന്റെ റബ്ബ് നക്ക് മാപ്പാക്കിയ ഒരു വിഷയ നന്റെ സമുദായത്ത് ഗൊന്തിന്നെങ്കിൽ എത്ര നല്ലെന്ത് വജഅലനി മിനൽ മുക്രമീൻ നന്റെ അല്ലാഹു ഒരു മാന്യമായ ആൾമാരെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തിയ അതും നന്റെ സമുദായത്ത് ഗൊന്തിന്നെങ്കിൽ എത്ര നല്ലെന്ത് ചൊന്നിട്ടു ആ കൊല ചെയ്യപ്പെട്ട ആള് ചൊന്തു. ആ കൊല ചെയ്യപ്പെട്ട ആളാറ് അയാളെ പേരെന്തിരെ ഹബീബുൻ നജ്ജാർ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അയാളെ രായത്തെ കൂടിയിട്ട് കൊന്നിട്ടാകുമ്പോഴത്തേക്കും ആ കൊന്നിട്ടു ആയ സാത്തുക്ക് അല്ലാഹു തആല അയാളിട്ട് ചൊന്ന ഹബീബുൻ നജ്ജാരെ നിങ്ങ സ്വർഗപ്രവേശനത്ത് സ്വർഗത്തിന് നിങ്ങ പോറ് ചൊന്നിട്ട് അല്ലാഹു ചൊന്ന. കാരണം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ ശുഹദാക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലമായിട്ടിക്കര് മറിച്ച സാത്തുക്ക് അല്ലാഹു തആല സ്വർഗീയമായ എല്ലാ നിഅമത്തിനെയും അല്ലാഹു തആല ഖബറിൽ കൊടുക്കുക. മറിച്ച സാത്തുക്ക് സ്വർഗത്തെ എല്ലാ നിഅമത്തിനെയും അല്ലാഹു തആല എന്താക്കണ ശുഹദാക്ക് ഖബറിൽ അല്ലാഹു കൊടുക്കുക. ഇതേപോലെ ആയിട്ടിക്കര് ഇയലും ഒരു ഷഹീദായിട്ട് മരിച്ച ചൊന്നിട്ടായിട്ടിക്കര് മുഫസ്സിരീങ്ങ ചൊല്ലെ ദീനിക്ക് വേണ്ടിയിട്ട് തന്റെ സമുദായത്തിക്ക് അള്ളാഹുടെ പരിശുദ്ധമായ ദീനിങ്ങനെ ചൊന്നു കൊടുത്ത കാരണത്തിൽ ആ സമുദായത്തെ ആൾമാർക്ക് അത് ഉൾക്കൊള്ളണകാവാണ്ട് റായത്തെ ആൾമാർ അയലിലെ എല്ലാവരും ഒട്ടിಗೆ കൂടിയിട്ട് ചവിട്ടിട്ട് അയലിലെ കരളിടെ പുറത്താക്കിയിട്ട് ഇയലെ കൊന്നിട്ടാകുമ്പോഴത്തേക്ക് ഇത്രയും പടച്ചുറപ്പോട് ദീനി വേണ്ടിയിട്ട് അയല് പോരാടിയ കാരണത്തിൽ അള്ളാഹു തആല അയലിട്ട് ചൊന്ന ഉദ്ഖുലിൽ ജന്ന മഅ ശുഹദാഇൽ അബ്റാർ. ഓ ഹബീബുൻ നജ്ജാരെ ശുഹദാ കടക്കരെ ആ സ്വർഗത്തുക്ക് അങ്ങ കടക്കും പോലെമേ നിങ്ങം സ്വർഗത്തുക്ക് പോറു ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കു അപ്പ അയൽ ചൊന്നൊരു പലക്കെന്തിര കൊണ്ടുണ്ട ഖാല അയൽ ചൊന്തു യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. പടച്ച റബ്ബേ നന്റെ നീ സ്വർഗത്ത് കടത്തിയ ഈ വിഷയവും നന്റെ എല്ലാ ദോഷത്തെയും നീ മാപ്പാക്കിയ വിഷയവും നക്ക് സ്വർഗത്തില് ഇത്രയും നല്ല നിഅമത്ത് തന്ന വിഷയവും നന്റെ സമുദായത്തെ ആൾമാർ ഗൊന്തിന്നെങ്കിൽ എത്ര നല്ലെന്തു റബ്ബേ. അങ്ങനെ നന്റെ അടിച്ചാറ് നന്റെ എല്ലാ നമത്തെ നക്ക് നൊമ്പലാക്കിയാറ് ആയെങ്കില നക്ക് നീ ഇത്രയും വലിയ സ്ഥാനം തന്നരേ ചൊന്നു തന്റെ സമുദായത്തെ ആൾമാർ ഗൊന്തായിട്ടായെങ്കിൽ അങ്ങനെ അല്ലാവാൻ താറ് റബ്ബേ ചൊന്നിട്ടായിട്ടിക്കര് ആ മർച്ചൽ പിന്നെയും അയല് ആശ വെച്ച പലക്കാതായിട്ടിക്കര് മർച്ചൽ പിന്നെയും അയൽ ചൊന്നതിരെ പടച്ച റബ്ബേ നക്ക് നീ ഇത്രയും തന്ന നിഅമത്തിരെ നന്റെ സമുദായത്തെ ആൾമാർക്ക് നീ തിരിപ്പാട്ടി കൊടു റബ്ബേ ചൊന്നിട്ടായിട്ടിക്കര് അയൽ ചൊന്നെ. ഈ സംഭവം ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു നസഹ ഖൗമഹു ഹയ്യൻ വ മയ്യിത. ആ ഹബീബുൻ നജ്ജാർ ചൊല്ലെ അയല് തന്റെ ജീവിതത്തിലും തന്റെ റായത്തെ ആൾമാർക്ക് നല്ല ഉപദേശം കൊടുത്തു. ജീവിതത്തിൽ മാത്രമല്ല ഹയാത്ത് കാലത്തിൽ മാത്രമല്ല റായത്തെ ആൾമാർക്ക് നല്ല ഉപദേശം കൊടുത്തേ. ഓ മയ്യിത വനസഹ ഖൗമഹു മയ്യിത മർച്ചൽ പിന്നെയും റായത്തെ ആൾമാർക്ക് നല്ലതേ എന്താക്കിട്ട് വിചാരിച്ചിട്ട് നല്ലതേ ഉപദേശം കൊടുത്തു ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു. അങ്ങനെ ഈ റായത്തെ ആൾമാർക്ക് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായെങ്കിലും പടച്ച റബ്ബുടെ തീരുമാനം അങ്ങനല്ല.
ആയെങ്കിലും അയാളുടെ മനസ്സ് നോക്കണു. അയാൾക്ക് ഇത്തരെല്ലാം നൊമ്പലാക്കിയിട്ട് അയാളെ മരിപ്പാട്ടിട്ട് പോലും അയാൾ ചൊല്ലിട്ടെന്തിരെ പടച്ചുറബേ നന്റെ സമുദായ നല്ലാവണം ഉപരിയിട്ട് നക്ക് തന്നെ നിയമത്തിൽ നീ അങ്ങ് വന്നു തെരിപ്പാട്ടി കൊടുറബേ ചെന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പത്തുകൂ. ആയെങ്കിലും പടച്ചുറബയുടെ തീരുമാനം പിന്നൊന്നായിട്ടിക്കരും. അങ്ങനെ എന്താക്കിയാറ് കൊന്നുണ്ട ഇങ്ങ ഈയല്ല കൊന്നിട്ടു. ഈയല്ല മാത്രല്ല ആ 3 മുർസലീങ്ങളെയും ഇങ്ങ കൊന്നുറാറ്. ആ റായത്തേക്ക് വന്ന 3 മുർസലീങ്ങളെയും ഇങ്ങ കൊന്നുറാറ്. കൊന്നിട്ടു അണ്ടേ മുഫസ്സിരിങ്ങ ചില മുഫസ്സിരിങ്ങ ചൊല്ലാറ് കൊന്നിട്ടു അണ്ടങ്ങ് ഔത്തുക്ക് പോണ്ടാറ്. ഭാര്യ ഒരു കൊസിലായിട്ടിക്കര്. കാരണം എന്തേ എനിപ്പോ തങ്ങളിട്ടിക ഉപദ്രവം ഇല്ലെങ്കിലത് ഇത്രത്തോളം ഇങ്ങനെ ഒരു ഉപദ്രവം എന്തിനായിട്ട് നിങ്ങ വിഗ്രഹത്തിന് ആരാധന കണ്ട, നിങ്ങ വിഗ്രഹത്തെ പൂജാക്കണ്ട, ഏകമായ അള്ളാഹുടെ മാത്രം നിങ്ങൾ ആരാധന കൗറിച്ചുണ്ടേ ഈ ഒരു കിരിക്കിരി എനിയില്ലാണ്ടായി പോയിട്ട് ചൊന്നിട്ടും ഇങ്ങെന്താക്കിയാർ കൊണ്ടുണ്ട പിന്നെ ഇങ്ങ ആദൗ ഫീഹ ബഅദ ഖത്ലിഹിം ഇലാ മനാസിലിഹിം ഫരിഹീന മുസ്തബശിരീൻ ഭാരി കൊസില് ഇങ്ങാണ്ട് ഔത്തുക്ക് എത്തിയാർ. ഔത്ത് എത്തിയിട്ട് പിന്നെ എത്തിയിട്ട് ഔത്തിലിങ്ങ തെച്ചോണ്ടിക്കുമ്പത്തുകായിട്ടിക്കര് അള്ളാഹുടെ തീരുമാനം പിന്നൊന്നായിട്ടിക്കര്. അതായിട്ടിക്കരാണ് അള്ളാഹു ചൊല്ലേ ഒമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സ്വൈഖതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. അതായിട്ടിക്കര അള്ളാഹു ചൊല്ലേ. അങ്ങനെ ഔത്ത് എത്തിയാർ. എത്തിയിട്ടായാൽ പിന്നെമാ അള്ളാഹു ചൊല്ലാം ഒമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി ഹബീബ് നജ്ജാറിന്റെ സമുദായത്തങ്ങളെ മേലിൽ ഹബീബ് നജ്ജാറിന്റെ ഒഫാത്തിൽ പിന്നെ ഞങ്ങൾ കടത്തിട്ടില്ല മിൻ ജുൻദിൻ മിനസ് സമാൽ ആകാശത്തെ ഒരു സൈന്യത്തെയും ഞങ്ങൾ കടത്തിട്ടില്ല. ഒമാ കുന്ന മുൻസിലീൻ അത് കടത്തിറങ്ങും ഞങ്ങളല്ല. ആകാശത്തെ ഒരു സൈന്യത്തെയും ഞങ്ങൾ കടത്തിട്ടില്ല, ഇത്രത്തോളം കടത്തിട്ടില്ല, ഇനി കടത്തിറങ്ങും ഞങ്ങളല്ല. ഇൻകാനത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ അത് വെറും ഒരു അട്ടഹാസം മാത്രമായിട്ടിക്കര്, ഇന്നേ ഒരു സൈറൻ മാത്രമായിട്ടിക്കര് ആ ഒരു സമുദായത്തിൽ ഞങ്ങൾ കടത്തിയത്. ഫൈദാഹും ഖാമിദൂൻ വെറും ആ ഒരു സൈറൻ ആ ഒരു ശബ്ദ അട്ടഹാസ കേട്ടിട്ടാൻ പൊത്തുക റായത്ത് എല്ലാ ആൾമാരും ഹലാക്കായി പോയാറ്, മയ്യത്തായി പോയാറ്, ബെണ്ണൂറ് പോലെ ആയി പോയാറ് ചൊന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ ചൊല്ലേ ചൊന്നിട്ടായെങ്കിൽ അള്ളാഹു താല ഇങ്ങ ഇത്രയും ഈ മുർസലീങ്ങളെയും ഹബീബ് നജ്ജാറേയും ഇങ്ങ കൊന്നിട്ടാൻ പറ്റുക അള്ളാഹു ഈ റായത്തുമേ ഹലാക്കാക്കൊണക്ക് തീരുമാനാക്കിയ അന്താഖിയ ചൊല്ലെ റായത്തുമേ ഹലാക്കാക്കൊണക്ക് തീരുമാനാക്കിയ. എങ്ങനെ ഹലാക്കാക്കിയ അള്ളാഹു ചൊല്ലെ ഞാൻ വലിയൊരു സൈന്യത്തെന്തും ആകാശത്തെ കടത്തിട്ടില്ല, വലിയൊരു സൈന്യത്തെ ആകാശത്തേക്ക് മുതലും കടത്തിട്ടില്ല, അതിൽ പിന്നെയും കടത്തിട്ടില്ല. ഒരു ഡൗട്ട് അങ്ങനെ ഇരിക്കൂ എന്തൊരു ചൊന്നെങ്കിൽ ഖുർആൻ ചൊന്നെന്തിനാ ഒന്നുണ്ടാവും ഒമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ അയൽ പിന്നെ ആരെ ഹബീബ് നജ്ജാർക്ക് പിന്നെ ഒരാളെയും ഒരു സൈന്യത്തെയും ഞങ്ങൾ എന്താക്കിയിട്ടില്ല, ആകാശത്തിൽ കടത്തിയിട്ടില്ല, ഞങ്ങൾ കടത്തറും ഇല്ല ചൊന്നിട്ടായിട്ടിക്കൽ അള്ളാഹു ചൊന്തി. യഥാർത്ഥത്തിൽ അള്ളാഹു താല ബദർ യുദ്ധത്തെ സന്ദർഭത്തിൽ അള്ളാഹു എന്താക്കിയ കൊറിയ സൈന്യത്തെ കടത്തിര ഇല്ല. ബദർ യുദ്ധത്തെ സന്ദർഭത്തിൽ കുറെ മലായിക്കത്ത് വന്നിട്ടില്ലേ, അത് ഖുർആൻ സൂറത്തുൽ അഹ്സാബ് അള്ളാഹു ചൊല്ലുക, പിന്നെ സൂറത്ത് ആലു ഇമ്രാൻ അള്ളാഹു ചൊല്ലുക ബിസലാസത്തി ആലാഫിൻ മിനൽ മലായികത്തി മുൻസലീൻ ഒരായത്തിൽ അങ്ങനെ ചൊല്ലേ 3000 മലക്കരെ കടത്തിയ. ആലു ഇമ്രാന്റെ 125-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൊന്ന അല്ല 5000 മലായിക്കത്തിൽ അള്ളാഹു കടത്തിയ ചൊന്നിട്ടായിട്ടിക്ക്. അപ്പൊ കൂടെ ചൊല്ലുന്നതിന് ഞങ്ങൾ ഒരിക്കലും ഒരു സമുദായത്തെ ഹലാക്കാൻ വേണ്ടിയിട്ട് ആകാശത്ത് ഒരു സൈന്യത്തെ കടത്തിട്ടില്ല ചൊന്നിട്ടൂടെ ചൊന്നതിന് അർത്ഥം തിരെ ചൊന്നിട്ടുണ്ടെങ്കിലും ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് ഇമാമിങ്ങൾ ചൊല്ലാറ് അള്ളാഹുക്കു ഒരു സമുദായത്തെ ഹലാക്കാക്കൊണ്ടു 5000 3000 മലക്കെന്തും വേണ്ട, ഒരു സമുദായത്തെ ടോട്ടലി ഒരു രാഷ്ട്രത്തെ ഹലാക്കാക്കൊണ്ടും വെറും ഒരു മലക്കുമയ്യാവും, ഒരു മലക്കുമയ്യാവും. ഒരു മലക്കിനെ കടത്തിയിട്ട് അള്ളാഹു ഹലാക്കാക്കിയതുണ്ട്. സമുദായത്തെയും അതേപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായത്തെയും വെറും ഒരു മലക്കിനെ കൊണ്ടിട്ടായിട്ടിക്കര് ഇടീ റായത്തെയും അള്ളാഹു അട്ടിമറിച്ചരാം. ആയെങ്കിൽ കൂടെ ബദർ യുദ്ധത്തെ സന്ദർഭത്തിൽ അള്ളാഹു താല 5000 മലായിക്കത്തിനെ കടത്തിയത് നബിയെ തങ്ങൾക്ക് ഒരു പവർ ആയിട്ടിക്കര്, തങ്ങളെ മഹത്വത്തിന് വേണ്ടിയിട്ട് അങ്ങ ഹലാക്കാക്കൊണ്ട് വേണ്ടിയിട്ട് വന്നിരല്ല, പിന്നെ തങ്ങളെ ഒരു പവർ യാറാവട്ട് ബാക്കിയുള്ള അമ്പിയാക്കന്മാരെ കാണാൻ യാറ പവർ തങ്ങൾ കിട്ടിട്ട് ചൊല്ലിട്ട് ഈ ഒരു ഉദ്ദേശത്തിൽ മാത്രമായിട്ടിക്കര് 5000 മലക്കരെ നാം കടത്തിര്. എന്തിനേക്കത് അങ്ങനെ എതിർപക്ഷത്തെ ഹലാക്കാക്കൊണ്ട് വേണ്ടിയിട്ടല്ല, തങ്ങളെ ബഹുമാനിച്ചിട്ട് മാത്രം ചൊന്നിട്ടായിട്ടിക്കര് ഈ സംഭവത്തെ വ്യാഖ്യാനാക്കിയിട്ട് മുഫസ്സിരീങ്ങൾ ചൊല്ലാറ്. എന്നിട്ട് കൂടെ ഖുർആൻ ചൊല്ലുന്നതിനെ കൊണ്ടുണ്ടാവും ഈ സമുദായത്തെ ആൾമാർ ഈ അന്ത്വാഖിയ ചൊല്ലുന്ന റായത്തെ ആൾമാരെ ഹലാക്കാക്കിയാണ് ഒന്നുണ്ട
വെറും ജിബ്രീലായിട്ട് അള്ളാഹു ചൊന്ന ജിബ്രീലെ ഒരു സൈറൻ ഇതാക്കോറും ഒരു ശബ്ദം ഇടോರು ഒരു ಅಟ್ಟಹಾಸ നിങ്ങൾ ആക്കി ಬಿಡೋರು ചൊന്നിട്ടായിട്ട് ഇക്കറി ചൊന്നെ ഒരു അട്ടഹാസ ഒരു ശബ്ദം നിങ്ങൾ എന്താക്കോರು ശബ്ദിക്കോರು ചൊന്നിട്ടായിട്ട് ഇക്കറി ചൊന്നെ അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിയുടെ വെറും ഒരു അട്ടഹാസ മാത്രമായിട്ട് ഇക്കറ് ആ ഒരു സൗണ്ട് കേട്ടിട്ട് അന്താഖിയാച്ചുള്ള റായത്തെ എത്രത്തെ വില റൗഡിമാറുള്ളാറാ എത്ര വില പോക്കരിമാറുള്ളാറാ കാലി ഒരു സൗണ്ട് കേട്ടിട്ട് എല്ലാരും മയ്യത്തായിട്ട് മാത്രമല്ല ബെണ്ണൂർ പോലെ ആയി പോയാറ് ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ലേ ബെണ്ണൂർ പോലെ ആയി പോയാറ് ചൊന്നിട്ടായിട്ട് അള്ളാഹു ചൊല്ലേ അതായിട്ട് ഇൻകാനത് ഇല്ലാ സുയ്ഹത്തൻ വാഹിദ അങ്ങനെ ഹലാക്കാക്കുന്ന വേണ്ടിയിട്ട് അള്ളാഹു തആല ഒരു അട്ടഹാസ മാത്രമായിട്ട് കിടത്തിര് ഫൈദാഹും ഖാമിദൂൻ ആ അട്ടഹാസ കേട്ടിട്ട് അങ്ങനെ എന്താക്കിയാറ് ടോട്ടലി ബെണ്ണൂർ പോലെ ആയാറ് ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊന്നേ എന്നിട്ട് ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിട്ട് മുഫസ്സിരീങ്ങൾ ചൊല്ലാറ് എപ്പോഴും ഒരു മനുഷ്യ ഒരാൾക്ക് ഉപദേശ ചൊല്ലവണാവണു അത് അങ്ങ് കേക്കാണ്ടിക്കട്ട് അതെന്തും ഞങ്ങൾ നോക്കാണ്ട് എപ്പോഴും ഒരു ഉപദേശ ചൊല്ല ഒരാളാവണം ചൊന്നിട്ടായിട്ട് മുഫസ്സിരീങ്ങ ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിട്ട് പിടിപ്പാട്ടാറ് ഇൻഷാ അല്ലാഹ് ഇനി യാ അസ്റത്തൻ അലൽ ഇബാദി മാ യതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ ചൊല്ലേ അതൊരു പിന്നൊരു വിഷയമായിട്ട് സൂറത്ത് യാസീന്റെ 30ാമത്തെ ആയത്തായിട്ട് ഇൻഷാ അല്ലാഹ് ആ വിഷയ ഞാൻ നാളെ ചൊല്ലേ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആന്റെ ധാരാളം വിഷയം പഠിക്കൊണു അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ.